ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ തലേദിവസം ഉണ്ടാക്കിയ ചപ്പാത്തി, അതുപോലെ പൊറോട്ട, ബട്ടൂര അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് നല്ലൊരു അടിപൊളി കൊത്ത് ചപ്പാത്തി ആയിട്ട് അല്ലെങ്കിൽ കൊത്ത് പൊറോട്ട അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഐറ്റം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ തലേദിവസം ഉണ്ടാക്കിയ ചപ്പാത്തി ഉണ്ട് കുറച്ച്, അതുപോലെ കാലത്ത് ഉണ്ടാക്കിയ ബട്ടൂരി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് മക്കൾക്ക് കാലത്ത് സ്കൂളിലേക്ക് കൊടുത്തേക്കുകയും ചെയ്യാം, കാലത്ത് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബട്ടൂര കണ്ട, ഈ ബട്ടൂര ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എത്ര വലിയ വലിപ്പം വേണം എന്നുള്ളത് ഏറ്റവും ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അധികം വലുതായി കഴിഞ്ഞാൽ അത്ര നല്ലതല്ല, കഴിക്കുമ്പോൾ അങ്ങനെ നൂഡിൽസ് പോലെ അങ്ങനെ നീണ്ടു നിൽക്കും. അപ്പോൾ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഈ കഷ്ണം, അതായത് ചപ്പാത്തിയും ബട്ടൂരൊക്കെ നന്നായി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഒരു 3 മുട്ട കൊത്തി പൊരിക്കുക, കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കൊത്തി പൊരിക്കുക. കൊത്തി പൊരിക്കുമ്പോൾ അധികം ചെറിയ കഷ്ണങ്ങളാക്കരുത് കേട്ടോ, അത്യാവശ്യം വലിപ്പമുള്ള. എന്നിട്ട് നമുക്ക് അതിലേക്ക് വേണ്ട കുറേ പച്ചക്കറികളും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ക്യാപ്സിയം, അതുപോലെ തക്കാളി, സബോള, പച്ചമുളക് അതൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക. കാരണം അധികം നന്നായി വാടിയോണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിങ്ങനെ നന്നായി ഉടഞ്ഞ് പോകുമ്പോൾ മക്കളൊക്കെ പച്ചക്കറി തിന്നാത്ത മക്കളൊക്കെ ആണെങ്കിൽ അത് അങ്ങനെ ഈ ചപ്പാത്തിയൊക്കെ തിന്നില്ല, അതിനോടൊപ്പം പോയിക്കോളും. അത് നന്നായി വാടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ടിട്ട് ഒന്ന് അതുകൊണ്ട് എന്താ പറയുക മെൽറ്റാക്കി എടുക്കുക. മെൽറ്റാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി മിക്സാക്കി എടുക്കുക. എന്നിട്ട് നന്നായി അങ്ങോട്ട് അത് മുരിഞ്ഞ് അതിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ അതിൽ കുറച്ച് ചില്ലി സോസ് ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ, ഇല്ലെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ പച്ചമുളക് ഇടുന്നതല്ലേന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നോക്കിയപ്പോൾ കുറച്ചുള്ള കാരണം ഞാൻ അതിലേക്ക് കുറച്ച് ഒഴിച്ചു, 1 ടീസ്പൂണൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ടും അത് നന്നായി മിക്സാക്കി അതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് സോസ്, ആ സോസൊക്കെ ഇടുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. കുറച്ച് സോസും കൂടി ഒഴിച്ചു. എന്നിട്ട് നന്നായി മിക്സാക്കുക. നന്നായി മിക്സാക്കിയ ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചപ്പാത്തിയോ പൊറോട്ടയോ ബട്ടൂരയോ അതൊക്കെ കൂടി ഇങ്ങനെ കുറേശ്ശെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടുക കഴിഞ്ഞാൽ അടിപൊളി കൊത്തു ചപ്പാത്തി എന്നൊക്കെ പറയാം. നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് മക്കൾക്ക് ലഞ്ച് ബോക്സിലായിട്ട് കഴിക്കുകയും ചെയ്യാം, ജോലിക്ക് പോകുന്നവർക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം. കാലത്ത് അത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം, വൈകുന്നേരം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കില്ല, അതിന് പകരം ഇത് കഴിച്ചാലും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഈ ബാക്കി വരുന്ന ചപ്പാത്തി കൊണ്ടും പൊറോട്ട കൊണ്ടും ഇങ്ങനൊരു, അതായത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചെറിയ സ്നാക്സായിട്ട് ഉണ്ടാക്കാം, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം പറയാം. കാരണം ഞാൻ അത്യാവശ്യം നീളത്തിനും ചെറിയ വലുപ്പത്തിലാണ്. പിന്നെ നമ്മൾ മുട്ട കൊത്തി പൊരിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും അതിലേക്ക് ഇടുക. അപ്പോൾ മുട്ടയ്ക്ക് പകരം ചിലർ ചിക്കൻ വേണമെങ്കിൽ ഫ്രൈ ചെയ്തത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടാം. അതല്ല മുട്ട ഇടണമെങ്കിൽ മുട്ട കൊത്തി പൊരിച്ചിടാം. ഇനിയിപ്പോൾ മുട്ട ഇടണില്ല ചിക്കൻ ഇടണില്ലേലും കുഴപ്പമില്ല, പച്ചക്കറി ആയാലും കുഴപ്പമില്ല. സംഭവം കഴിക്കാൻ നല്ല അടിപൊളിയാണ്. പച്ചക്കറി വയറ്റിൽ ചെല്ലും പിള്ളേരുടെ. അതുപോലെ ചപ്പാത്തി കണ്ട അടിപൊളി. ഇതൊന്നും നമുക്ക് പുറത്ത് പോയിട്ട് മേടിച്ചുണ്ടാക്കി കഴിക്കണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈ വെജിറ്റബിൾസും ചപ്പാത്തിയൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.